പേരുകളുണ്ടു മതിക്കും വാസന്തങ്ങൾ പോയി എങ്ങോ ദൂരെ കണ്ണിൽ നിന്നും കാക്കപ്പൂവുകൾ പോയി അരിമുല്ലയിൽ നിന്നും തേനുണ്ണും കിളി പോയി നോവറിയും അതിൽ നീരും നീലാവിതളായി മകളെ എന്താ കുറുപ്പച്ച? കൂട്ടുകാരൊക്കെ ഉറങ്ങിയോ? അവരപ്പുറത്തെ റൂമിൽ കിടന്നു. അവരുടെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അവർക്കൊരു ബുദ്ധിമുട്ടും വരില്ല കുറുപ്പച്ച. സുധാമ വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. അത് നന്നായി. മോളെ, എന്താ കുറുപ്പച്ച? വന്ന് കുറുപ്പച്ചന്റെ അടുത്തിരിക്കേ. ഇരി മോളെ. ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിക്ക. എന്ത് പറ്റി എന്റെ കുറുപ്പച്ചന്? എപ്പോഴും എന്റെ അപ്പൂട്ടിയുടെ അടുത്തിരിക്കണമെന്നൊരു തോന്നൽ. പ്രായമതി വരുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കാം. അതിനെന്റെ കുറുപ്പച്ചന് പ്രായമായിന്ന് ആര് പറഞ്ഞു? യു ആർ ലുക്കിംഗ് സോ യങ് ആൻഡ് സ്മാർട്ട്. ഓ, താങ്ക് യു. മനസ്സിന്റെ കരുത്തുകൊണ്ട് ആ പൂട്ടി ഇത്രയും നാൾ പിടിച്ചു നിന്നത്. എന്തൊക്കെ ദുരന്തങ്ങളിലൂടെ കടന്നു വന്നവനാണ് ഞാൻ. എന്നിട്ടും ഇപ്പൊ മനസ്സ് തളരുന്നു. അങ്ങനെ തളരണ്ട. അല്ല, എന്റെ അപ്പൂട്ടിക്ക് ഉറക്കം വരുന്നില്ലേ? കടന്നോളൂ. അപ്പൂട്ടി ഉറങ്ങുന്നത് നോക്കി കുറുപ്പച്ചൻ ഇവിടെ ഇരുന്നോളാം. ഒരുപാട് യാത്ര ചെയ്ത് വന്നതല്ലേ, ക്ഷീണമുണ്ടാവും. മോള് കടന്നോ. ഞാനിപ്പോഴും ചെറിയ കുട്ടിയെന്നായി കുറുപ്പച്ചന്റെ വിചാരം. അതെ, 10-20 കൊല്ലം മുമ്പ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ സിസ്റ്റർമാർ എന്നെ ഏൽപ്പിച്ചപ്പോ കൈകാലിളക്കി കഴിഞ്ഞ അതേ രൂപം ആ കുട്ടിക്ക് പോലും. അന്ന് നിന്റെ അച്ഛൻ കേസുമായി എറണാകുളത്തോ കോഴിക്കോട്ടോ ആയിരുന്നു. അങ്ങനെയാ എന്നെ ഏറ്റുവാങ്ങാനുള്ള ചാൻസ് കുറുപ്പച്ചന് കിട്ടിയതല്ലേ? അതുപോലെ നിന്റെ കുഞ്ഞിനെ ലാളിച്ചിട്ട് മരിക്കണമെന്നാ എന്റെ ആഗ്രഹം. അത് നടക്കില്ല കുറുപ്പച്ച. അതെ, ഈ കുറുപ്പച്ചന്റെ കുഞ്ഞായിട്ടെന്നും ഞാൻ മാത്രം മതി. കുറുപ്പച്ചന്റെ ഒരു ആഗ്രഹമാ മോളെ. എനിക്കിനി അധികം നാളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. മരണം എന്റെ അടുത്തേക്ക് ഒരു കള്ളനെ പോലെ പതുങ്ങി പതുങ്ങി വരുന്നു എന്നൊരു തോന്നൽ. ഏതു നിമിഷവും അത്. അങ്ങനെയാണെങ്കിൽ ആ കള്ളനോട് ഞാൻ പറയും, എന്റെ കുറുപ്പച്ചനെ വിട്ടിട്ട് എന്നെ അങ്ങ് എടുത്തോളാൻ. മരണത്തിന് പ്രായഭേദം ഇല്ലല്ലോ കുറുപ്പച്ച. ഒരു കണക്കിന് എന്റെ അമ്മയെ പോലെ നേരത്തെ മരിക്കുന്നതാ നല്ലത്. നല്ല ഗ്ലാമർ ആയിട്ട് ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് കണ്ട 4 ആള് നോക്കണം. അപ്പൂട്ടി, വേണ്ടാത്തൊന്നും പറയാതെ മോളെ.
അയ്യോ, അച്ഛൻ ഇവിടെ ഇരിക്കായിരുന്നോ? ജോലി ചെയ്യാൻ തുടങ്ങിയ മുമ്പിൽ ആരുണ്ടായാലും ഞാൻ അറിയത്തില്ല അച്ഛച്ചാ. വീട്ടിലായാലും ഞാനിങ്ങനെയാ. ഒരു പൊടി കിടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. വൃത്തിയുടെ കാര്യത്തിൽ എനിക്ക് അച്ഛച്ചന്റെ ചിട്ടയാണെന്ന് വിശ്വട്ടെ എപ്പോഴും പറയും. വിശ്വനാഥൻ നായരെ കൂടി നിനക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാമായിരുന്നില്ലേ? ഓഫീസിൽ നിന്ന് ഒരു നിമിഷം മാറി നിൽക്കാൻ പറ്റുമോ? വിശ്വട്ടിനില്ലെങ്കിൽ അവിടെ ആകെ കുഴയും. ഊണും ഉറക്കം ഇല്ലാതെ വിശ്വട്ടിന് ഇങ്ങനെ കഷ്ടപ്പെട്ടത് എന്തിനാ? ആ വീടൊന്ന് വാർക്കാൻ പറ്റിയോ? പൊളിച്ചിട്ടത് അങ്ങനെ കിടക്കുമല്ലയോ? പൂന്തോട്ടത്തിലെ കുഞ്ഞിന്റെ വീട് ഇങ്ങനെയാന്ന് ആരെങ്കിലും അറിഞ്ഞ നാണക്കേട് തറവാടിനല്ലേന്നാ എന്റെ പേടി. അച്ഛനോട് ചോദിക്കാൻ പറ്റുമോ? എങ്ങാനും മിണ്ടിപ്പോയാ അമ്മ കടിച്ചു കയറാൻ വരും. അച്ഛനും കൂടി ഞാൻ കാരണം നാണക്കേടായെന്ന് ഓർക്കുമ്പോഴാ. നീ ആ വീട് അങ്ങനെ ഇട്ടേക്കാതെ പണി തുടങ്ങ്. അതിന് നമുക്ക് വഴിയുണ്ടാക്കാം. ഇവിടുന്ന് പോയ ഉടനെ തുടങ്ങ അച്ഛൻ. അതെ, ഇത് വേറെ ആരും അറിയണ്ട അല്ലേ അച്ഛ? അയ്യോ, ഇവിടെ ഓരോരുത്തർ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. എന്റെ അമ്മയുടെ പടമൊന്ന് തുടച്ചു വെക്കാൻ ഇവിടെ ആർക്കും സമയമില്ല. അച്ഛനെങ്കിലും ഒന്ന് ചെയ്തുകൂടായിരുന്നോ? എന്റെ അമ്മയോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ. അയ്യേ, അച്ഛന് ഫീൽ ചെയ്തോ? അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്റെ അമ്മയല്ലേ? ഇഷ്ടമായിരുന്നു മോളെ. പക്ഷേ അത് എത്രത്തോളം എന്ന് പറയാൻ അച്ഛൻ അറിയില്ല. ഒരുപാട് സൗഭാഗ്യങ്ങൾക്ക് നടുവിൽ വളർന്നിട്ടും അതിന്റെ ശീലങ്ങളൊന്നും നിന്റെ അമ്മയ്ക്കുണ്ടായിരുന്നില്ല. പൂന്തോട്ടത്തിൽ ദത്ത് നിൽക്കണമെന്ന് പറഞ്ഞപ്പോ ഭാര്യ വീട്ടിൽ താമസിക്കുന്ന അത്ര സുഖകരമല്ലെന്ന് കരുതി ഞാൻ എതിർത്തതാ. പക്ഷേ ദൈവനിശ്ചയമാക അച്ഛനോട് എത്തിയത്. ഒരിക്കലും അതോർത്ത് വേദനിക്കേണ്ടി വന്നിട്ടില്ല. ഈ പൊന്നുമോളെ അച്ഛനെ ഏൽപ്പിച്ചിട്ടാണല്ലോ എന്റെ സതി പോയത്. പ്ലീസ് അച്ഛാ, ഡേ എന്റെ അച്ഛനെങ്കിലും വേദനിക്കുന്നത് അമ്മയ്ക്ക് സഹിക്കില്ലേ? സുന്ദരിയായിരുന്നു അല്ലേ എന്റെ അമ്മ? ആ, എന്നാലും എന്റെ അത്ര ഒന്നും വരില്ല. രണ്ടാളും ഒരുപോലെ തന്നെ. ഓ, എന്നാലും ഒരു പണത്തൂക്കം മുന്നിൽ എന്റെ മോള. ഓ, ഇതെനിക്ക് അറിഞ്ഞൂടെ. കോടതി പറയുമ്പോൾ കള്ളം. അമ്മയ്ക്ക് നല്ല സന്തോഷായിരിക്കും. അച്ഛൻ വീണ്ടും കോടതി പോകാൻ തുടങ്ങല്ലേ? അതിനേക്കാളൊക്കെ അമ്മ സന്തോഷിക്കുക നിന്റെ കല്യാണ കാര്യത്തിലായിരിക്കും. അജയ, നീ ഇതൊക്കെ ഇവിടെ വെച്ചിട്ടേ അച്ഛന്റെ മുറിയിലേക്കല്ലേ? ഡാ, അച്ഛനോട് ഒറ്റയ്ക്കാ. ഡാ, വേണ്ടത് വേണ്ടപ്പോ പറയണം. പിന്നെ മൃംഗസ്യാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മുക്കാലും മുറിഞ്ഞ മരം വീഴാൻ ചിലപ്പോ ഒരു ഉന്തു മതിയാകും. ഡാ, ഒരു കല്യാണാലോചനയിൽ നിന്നും ചെറുക്കൻ കൂട്ടിട്ട് മാറി നിൽക്കുന്ന സമയാ. നോക്കിയും കണ്ടും ഒരു ഉന്തു കൊടുത്താ മതി. മുത്തച്ഛനോട് പറയണമെന്നുണ്ട്. പക്ഷേ എന്തു പക്ഷേ? സാഹിബിനെ കാണുമ്പോ കവാത്ത് മാർക്കണം നിന്റെ അച്ഛന്റെ സ്വഭാവം ഉണ്ടല്ലോ, അത് എടുക്കാം. നീ മുത്തച്ഛനോട് പറഞ്ഞാ മതി അപ്പൂട്ടി നിനക്ക് ഇഷ്ടമാണെന്ന്. നിനക്ക് അവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ മുത്തച്ഛനത് നടത്തി തരൂടാ. എടാ, നീ പറഞ്ഞാലല്ലേ മുത്തച്ഛനത് അറിയാൻ പറ്റൂ. ഞാൻ പറഞ്ഞോളാം. അമ്മ ചെല്ലേ. എന്നാ കൂടിയല്ലേ?
എവിടെയാണ് അവളുമാരൊക്കെ? കൊണ്ടുവന്നത് അപകടമായിന്നാ തോന്നുന്നേ. ഇവിടെയൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കറങ്ങി നടപ്പാ. ഇവിടെ അങ്ങ് കൂടുവന്നാ എന്റെ പേടി. മഴയും റബ്ബറും മാത്രം കണ്ട് ശീലിച്ചു പോയതല്ലേ, കറങ്ങി നടന്ന് ആസ്വദിക്കട്ടെ. നീ കുടിക്കോ. കോൺക്രീറ്റ് വീടുകളല്ലാതെ മരവും പച്ചപ്പൊന്നും കണ്ടിട്ടില്ലല്ലോ. ഓ ഉത്തരവേ. ഹോ, കുറച്ച് നല്ല കാറ്റും വെളിച്ചവും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാ. പറഞ്ഞോ പക്ഷെ ഇവിടുന്ന് അങ്ങ് വരും ഹോസ്റ്റലിലെ. നിന്റെ സുധാമിൽ നിന്ന് ചില വേറബിൾസ് ഒക്കെ ഞങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട്. ബാല്യകാല പരാക്രമങ്ങളെ. എടി സംഗതി നല്ല ജോറാട്ടോ. ഡീറ്റെയിൽസ് ഒക്കെ അങ്ങ് വന്നിട്ട് പറയാം. ഉള്ള സമയം കൊണ്ട് കുറച്ചുകൂടി കളക്ട് ചെയ്യട്ടെ. ഇവളുടെ കാര്യം. ഹലോ പറഞ്ഞ ദാ നീ പോടുന്നതാ? ഞാൻ ഇനി ലാൻഡ് ചെയ്തടാ. ആട്ടെ, നീ ഇപ്പൊ ഏത് മല കയറിക്കൊണ്ടിരിക്ക? അതോ ബാക്കി ചെത്താണോ? അതെ, ഞാനൊരു വഴിക്ക് പോയിക്കൊണ്ടിരിക്ക. നീ എന്തിനാ വിളിച്ചേ? അത് ശരി. അപ്പൊ പൂന്തോട്ടത്തിൽ തറവാട്ടുകാരോട് നിനക്ക് ഇത്രയുള്ളൂ സ്നേഹം. ഞാനിവിടെ വന്നപ്പോ സ്വീകരിക്കാൻ സർവമാന പ്രജകളും ഉണ്ടായിരുന്നു. നീ എന്താ വരാത്തെ? ഞാനിപ്പോ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് ഒരു ധനകാര്യ ചർച്ചയായിരുന്നു. ഓ, മനസ്സിലായി. എന്നിട്ട് ചായക്കുള്ള തൊത്തോ? ഓഹോ, ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നു പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് എത്തി നോക്കാനുള്ള മര്യാദയിൽ നീ കാണിച്ചോ? മനഃപൂർവ്വമല്ല, നിനക്കറിയാലോ ചിലപ്പോഴൊക്കെ ഞാനങ്ങനെ. ആ, കൃത്യമായിട്ട് എത്തിക്കൊള്ളണം. ഇനി ഞാൻ വിളിക്കാഞ്ഞിട്ടാണെങ്കിൽ ദേ വിളിച്ചിരിക്കുന്നു. എനിക്ക് ക്ഷമിക്കാൻ നീയല്ലേ ഉള്ളൂ. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ഓക്കെ. എന്താ കുഞ്ഞെ, എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട്? ആ പൊട്ടിയുടെ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം അച്ഛൻ അനുഭവിക്കുന്ന വേദനയെ കുറിച്ച് എനിക്കറിയാം. അതിനെ ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ലല്ലോ. എന്റെ മരണം മാത്രമാ ഈ വേദനകൾക്കൊരു പരിഹാരം. എന്താ അച്ഛൻ ഇങ്ങനെ? അച്ഛൻ ഇനി ഒരുപാട് കാലം ജീവിക്കണം. എന്തിനാ കുഞ്ഞെ ഇങ്ങനെ ഓരോരുത്തരായി പോയി മറിയുന്നത് കാണാനോ? അച്ഛ സ്വയം വേദനിക്കാതെ ഇനി അപ്പൂട്ടിക്ക് സന്തോഷം കൊടുക്കാൻ നോക്കുകയല്ലേ വേണ്ടത്? ദൈവം തന്നെ എതിർ നിൽക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോനെ? ഞാൻ ഒരുപാട് ആലോചിച്ചു അപ്പൂട്ടിയെ കുറിച്ച്, അവളുടെ ജീവിതത്തിനെ കുറിച്ച്. കുറച്ചു കാലത്തേക്ക് സന്തോഷകരമായൊരു ജീവിതം. ഇന്നലെ വരെ അവളെനിക്കൊരു കൂടപ്പിറപ്പിനെ പോലായിരുന്നു. പക്ഷേ ഇപ്പൊ എന്റെ മനസ്സിൽ അപ്പൂട്ടി എന്നെ മുറപ്പെട. നീ പറയുന്നത്? അതെ അച്ഛ, അച്ഛൻ ഉണ്ണിമാമയൊക്കെ സമ്മതിച്ച അപ്പൂട്ടിയെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടാം. എല്ലാം അറിഞ്ഞിരുന്നിട്ടും എല്ലാം അറിഞ്ഞപ്പോഴാ ഇങ്ങനൊരു ആഗ്രഹം തോന്നിയത്. അച്ഛന് ഒരുപാട് സന്തോഷം തോന്നേണ്ടതാണ്. പക്ഷേ നിങ്ങളിൽ ആർക്ക് സംഭവിക്കുന്ന ഏത് ദുരന്തവും എനിക്ക് തീരാ വേദനയാണ്. തറവാടിന് പിന്തുടർച്ചക്കാരനുണ്ടാകുന്നത് സന്തോഷമുള്ള കാര്യമാണ്. അതും നിന്നെ പോലെ അവളെ നന്നായി അറിയാവുന്ന ഒരാളിൽ നിന്നാവുമ്പോ എനിക്ക് സമാധാനത്തോടെ മരിക്കാം. മോനെ,
ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനെ ഒരു വിധി നീ ഏറ്റെടുക്കണം? അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അച്ഛനും ഉണ്ണിമാമയൊക്കെ അങ്ങനൊരു വിധി സ്വീകരിച്ചതല്ലേ? ഞാനത് അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്നു. നിന്റെ വലിയ മനസ്സിന്റെ മുമ്പിൽ ഈ അച്ഛൻ തോറ്റുപോയിട്ടാ മതി. എനിക്കറിയാം വക്കീലിന് അത്ര പെട്ടെന്ന് ഇതങ്ങോട്ട്. അജയന്റെ കാര്യത്തിൽ വക്കീലിന് എതിരഭിപ്രായം വല്ലതുണ്ടോ? മറുത്തു പറയാനായിട്ട് ഒന്നുമില്ല. ഞാനും അതേ നോക്കിയുള്ളൂ. നാളെ ഒരു കാലത്ത് അപ്പൂട്ടിയുടെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് എന്റെ വിശ്വാസമാണ്. അപ്പൂട്ടിയുടെ അച്ഛനെന്ന നിലയ്ക്ക് വക്കീലിന് എന്തും തീരുമാനിക്കാം. അതിനുള്ള അവകാശം തനിക്കുണ്ട്. മക്കളെ വളർത്തുമ്പോഴേ അച്ഛനമ്മമാർക്ക് അവരുടെ ഭാവിയെക്കുറിച്ച് ചില സ്വപ്നങ്ങൾ ഉണ്ടാവും. അതിൽ ഞാൻ കൈകടത്തുന്നു എന്ന് വക്കീലിന് തോന്നുന്നുണ്ടോ? ഇല്ല അച്ഛാ, അജയനെ ആ സ്ഥാനത്തേക്ക് ഞാൻ ഇതുവരെ ചിന്തിച്ചിരുന്നില്ല. പെട്ടെന്ന് കേട്ടപ്പോ സ്വയം ഒരു തീരുമാനത്തിലെത്താൻ കഴിയാത്ത സന്ദർഭങ്ങളിലാ നമുക്ക് മുതിർന്നവരുടെ പിൻബലം വേണ്ടിവരുന്നത്. പ്രായവും ജീവിതാനുഭവങ്ങളും കുറെ ഉള്ളതുകൊണ്ട് ഇക്കാര്യത്തിൽ വക്കീലിനെ ഞാൻ ഉപദേശിക്കുക. നമുക്കിതങ്ങ് ഉറപ്പിക്കാം. ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ തിരുമേനിക്ക് കഴിയൂ. ആമുഖമൊന്നും വേണ്ട. എന്താ അറിയേണ്ടത്? തിരുമേനി പറഞ്ഞതുപോലെ അപ്പുട്ടി മരണപ്പെട്ട പൂന്തോട്ടത്തിൽ തറവാട് വേരറ്റു പോവും. അതോർത്തുള്ള അച്ഛന്റെ ദുഃഖം എന്നെ കൊണ്ട് ചില തീരുമാനങ്ങൾ എടുപ്പിച്ചു. അപ്പുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടുക. നന്നായി. പക്ഷേ എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണോ? ഞാനൊന്നേ ആലോചിച്ചുള്ളൂ, അച്ഛന്റെയും അപ്പൂട്ടിയുടെയൊക്കെ സന്തോഷം. കൊള്ളാം. പക്ഷേ വിവാഹശേഷം ഉണ്ടാകാൻ പോകുന്ന ആ ദുരന്തം, അത് നിങ്ങളുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കരുത്. ഇല്ല, ചെറിയ കാലയളവേ ഉള്ളൂവെങ്കിലും അപ്പൂട്ടിയുടെ ജീവിതത്തിന്റെ അർത്ഥമുണ്ടാകണമെന്ന തിരുമേനി എന്റെ ആഗ്രഹം. ഞങ്ങൾ ഒരുമിക്കുന്നതിൽ മറ്റെന്തെങ്കിലും തടസ്സമുണ്ടോന്നറിയണം. നോക്കാം. ദുരന്തങ്ങൾ തന്നെയാ കാണുന്നത്. ആ ജാതകക്കാരിയെ കാത്തിരിക്കുന്ന ദുരന്തങ്ങൾക്ക് തടയിടാൻ ഒരാൾക്കേ കഴിയൂ. പരാശക്തിക്ക് പ്രാർത്ഥിക്കുക.